ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാവേരിയും ഗംഗയും കൂടി ജയപാലൻ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ജയപാലൻ ഓടി ഇറങ്ങി വന്നിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വരാനിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ശാരദയ്ക്ക് സുഖമല്ലെന്ന് ചോദിച്ചു. സുഖം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിളയ്ക്ക് പനിയാണെന്നാണ് പറഞ്ഞത് ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ ഇവർ പറയാട്ടോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊരു കഷ്ടമാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ജയപാലൻ. ഒന്ന് കഴിയുമ്പോൾ വേറൊന്നുള്ള രീതിയിൽ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും സാരമുള്ള കാര്യമില്ലല്ലോ അങ്കിളെ, അതൊക്കെ മാറിക്കോളും. പിന്നെ ഇപ്പോൾ ഈ ബാങ്കിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ തലവേദനയായിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടോ കാവേരി. ബാങ്കിൻ്റെ എന്ത് പ്രശ്നം? അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ഏട്ടനല്ലേ എന്നോട് പറഞ്ഞത്. അപ്പോൾ രാവിലെ വിളിച്ച കാര്യം കുറച്ച് മുൻപ് ഞാൻ ആ കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജയപാലൻ ഭാര്യയുടെ നേരെ പല്ലെറിഞ്ഞ് കാണിക്കുക. നീ കൊച്ചുങ്ങൾക്ക് ചായ കൊടുത്തോന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തന്നേ. കഴിക്കാനൊന്നും കൊടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ടെന്നാ പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ, നീ കൊടുക്കത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ അങ്ങളെ ഒന്നും വേണമെന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാവേരി പറയാം. പോയി എടുത്തോണ്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പറഞ്ഞു വിടുക. അപ്പോൾ ഹൗസിംഗ് ലോൺ എടുത്താണ് വീട് വെച്ചിരിക്കുന്നതെന്നും 8 മാസമായിട്ട് അടവ് മുടങ്ങിയിരിക്കുകയാണെന്നും ബാങ്കുകാർ വന്ന് പറഞ്ഞെന്നുള്ള കാര്യം കാവേരി പറയാം. പണം അടച്ചില്ലെങ്കിൽ ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്ന് അവർ പറയുന്നതെന്ന് പറഞ്ഞപ്പം പണം അടച്ചില്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമെന്നോ? അപ്പോൾ ഇത്രയും നാളും അവൻ അടച്ചതോ? അപ്പോൾ അത് ഹൗസിംഗ് ലോൺ എടുത്താ വീട് പണിതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ അത് അങ്കിൾ വഴി ആയിരിക്കുമല്ലോ, അങ്കിളിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് ഞാൻ കരുതുന്നതെന്ന് കാവേരി പറഞ്ഞു. അപ്പോൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അറിയില്ലെന്നാ പറയാന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇയാളൊന്നും മിണ്ടുന്നില്ല. 8 മാസമായിട്ട് പണം അടച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണോ അങ്കിളെ എന്നൊക്കെ ചോദിച്ചു ഗംഗയും. എന്താ അങ്കിളെ ശരിക്കും പറ്റിയതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇയാൾ അവിടെ ഇരുന്ന് പപ്പ കളിക്കുക. അതുതന്നെ അരവിന്ദന് കുറച്ച് മാസങ്ങളായിട്ട് ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അങ്കിളെ എന്ന് ഗംഗ പറയുമ്പം അതാണ് അയാളുടെ നന്മ. നിങ്ങൾ ഒന്നും അറിയരുത്, നിങ്ങൾ വിഷമിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവന് നിർബന്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നെന്ന് പറഞ്ഞു ജയപാലൻ. അപ്പോൾ ഈ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛൻ പണം അടച്ചിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയതെന്നുള്ള കാര്യം പറയുമ്പോൾ അല്ല, എനിക്കും അങ്ങനെ പറയാൻ തന്നെയാണ് ആഗ്രഹം, പക്ഷെ സത്യം അതല്ല എന്ന് ജയപാലൻ പറയാം. അയ്യോ ഇനി എന്താ അങ്കിളെ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇപ്പം എന്നാ ചെയ്യാനാ മക്കളെ, ജപ്തി ചെയ്യുമെന്നൊക്കെ അവർ പറയുന്നതെന്ന് കാവേരി പറയുമ്പം ബാങ്കുകാർ അങ്ങനെയൊക്കെ പറയും. ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്നേ അങ്ങളെ ഈ ജയപാലൻ ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ, അത് കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ജയപാലൻ്റെ ആ ഒരു ഇത് കണ്ട് ഇവരിങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്കും ഗംഗയുടെ ഫോണിലേക്ക് കോൾ വന്നു. അങ്ങളെ വീട്ടിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പോൾ യമുനയെ വിളിച്ച് ഹലോ എന്താ മോളെ, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആ ബാങ്കുകാർ ഇവിടെ വന്ന് നമ്മളോട് ഇറങ്ങാൻ ചേച്ചി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് യമുന കരയും. അപ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് കാവേരി എന്നു ജപ്തിക്ക് കോടതി ഉത്തരവായിട്ട് ബാങ്കുകാർ വന്നു എന്നാണ് പറഞ്ഞത്, സാധനങ്ങളെല്ലാം എടുത്ത് പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞു എന്ന് ഗംഗ പറയാം. അപ്പോഴേക്കും ജയപാലൻ അവിടെ ഇരുന്ന് ഇങ്ങനെ വല്ലാത്തൊരിതിങ്ങനൊക്കെ ഇരുന്ന് കാണിക്കുക. എന്താ അങ്കിളെ ഇപ്പോൾ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം ജയപാലനാണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അങ്കിളെ എന്തെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു. ജയപാലൻ ഒന്നും മിണ്ടുന്നില്ലേ, ഇങ്ങനെ കുമ്പിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കാം. അപ്പം ഗംഗേജി ബാങ്കുകാർ ഇപ്പോഴും അവിടെ നിൽക്കുകയാണെന്ന് കാവേരി ചോദിച്ചപ്പം അതേന്ന് തോന്നുന്നേന്ന് പറഞ്ഞു. എന്നാ ബാ പെട്ടെന്ന് നമുക്ക് പോകാം ബാ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോയി. അപ്പോൾ ഏട്ടൻ എന്താ അവരുടെ കൂടെ പോണില്ലേ എന്ന് ചോദിച്ചു. നീ എൻ്റെ തലയിൽ കയറി ചെവി തിന്നാൻ നിൽക്കരുത് കേട്ടോ പ്രവീണ, അപ്പയ്ക്ക് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുക. അതുങ്ങൾ ഇറങ്ങിപ്പോയപ്പോൾ ഇയാളുടെ തനിക്കോണം കാണിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിനുശേഷം അച്ഛൻ്റെ ഫോട്ടോയിൽ, അതായത് ഈ ജയപാലനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ അച്ഛൻ നിൽക്കുന്ന ഫോട്ടോയിൽ നോക്കി അവരിങ്ങനെ നിൽക്കുന്നു. ഇതിന് ശേഷം പിന്നെ വീട്ടിൽ വിനീത് ഇങ്ങനെ ഇരിക്കുക വിഷമിച്ച്. വിനീതിന് ഭയങ്കര സങ്കടം. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നവീൻ വന്നു. അപ്പോൾ വിനീതിൻ്റെ സങ്കടം ഇതൊക്കെ കണ്ടപ്പോൾ എന്താടാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ, എന്ത് പറ്റി ബ്രോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ അതെ അത് കൊണ്ടുവച്ച ചായ പോലും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ചായ വരെ തണുത്തിവിടെ ഇരിക്കുക. എന്താ ബ്രോ എന്താ താനിങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. മനസ്സിനൊരു സുഖമില്ല അളിയാന്ന് പറഞ്ഞു. അരവിന്ദനങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളാണോ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു കേട്ടോ. നീ അവിടെ പോയിരുന്നോ എന്ന് ചോദിച്ചപ്പം പോകാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞു. എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും അമ്മാവൻ്റെ മുഖം കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നത്, അപ്പോൾ ആ ഒരു സ്വരം കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണെന്നൊക്കെ നവീനോട് പറഞ്ഞു വിനീത്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ മുന്നിൽ വന്ന് എന്നോട് സുഖമാണെന്ന് ചോദിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ നവീൻ വിഷമിച്ചിരിക്കുന്നു. 2-3 ദിവസമായിട്ട് ഞാൻ അമ്മാവൻ്റെ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ കാര്യമെല്ലാം സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു, വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും. അപ്പോഴേക്കും നിളയുടെ കോള് വന്നു വിനീതിന്. ഹലോ വിനീതേട്ടാ. വിനീതേട്ടാ എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിച്ചു. വീട്ടിൽ ആരൊക്കെയോ വന്ന് പ്രശ്നം ഉണ്ടാക്കുവാണെന്ന് നിള പറഞ്ഞു. പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നോ? ആര് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന? ഇന്നലെ വന്ന ബാങ്കുകാരാണെന്ന് പറയുന്നത്. വലിയ വഴക്കും ബഹളവും ഒക്കെയാ.
എനിക്ക് ആകെ പേടിയാവുക, ഒന്ന് പെട്ടെന്ന് വരുമോ വിനീതേട്ടാന്ന് നിള ചോദിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ ദേ വന്നു മോള് പേടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വിനീത് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നവീൻ എന്താടാ പ്രശ്നം, എന്താടാ പറയുന്നതെന്ന് ചോദിച്ചു. അളിയാ നിളയാടാ വിളിച്ചത്, ആ ബാങ്കുകാർ വീണ്ടും അമ്മാൻ്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. എടാ ഞാൻ വരുന്നിട്ടുണ്ട്, നീ വേഗം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പെട്ടെന്ന് ഓടി കതച്ച് അങ്ങോട്ടേക്ക് പോവുക. ആ സമയത്ത് അകത്തിരുന്ന അമ്മ എൻ്റെ മകൻ ഏതൊക്കെയോ നാടുകളിൽ അലഞ്ഞു തിരിഞ്ഞ് അധ്വാനിച്ചുണ്ടാക്കിയ വീടായതെന്നൊക്കെ അമ്മ ഇരുന്ന് പറയുന്നു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് ആരിറങ്ങിക്കൊടുക്കാൻ പോകുന്നു, അമ്മ എന്ത് ഈ പറയുന്നേ, അമ്മ പേടിക്കാണ്ടിരിക്കാൻ പറഞ്ഞു ശാരദ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പോലീസ് ജീപ്പ് വന്നു. പോലീസിൽ കുറേ വനിതാ പോലീസുകാരും കൂടെ വരും. അപ്പോഴത്തേക്കും ഈ നോട്ടീസും പോലീസുകാരുടെ കയ്യിലേക്ക് കൊടുക്കുക അവിടെ ഈ ബാങ്കുകാർ. അപ്പോൾ ഇതെല്ലാം അകത്ത് നിന്ന് യമുനയും നിളയും കണ്ടുകൊണ്ടിരിക്കുക. അമ്മയെന്ന് പറഞ്ഞു കേട്ടോ. പേടിയായി ഇവർക്ക്, ഭയങ്കര ടെൻഷൻ. ഈ പോലീസുകാരെല്ലാ വിവരങ്ങളും പറയാം. എന്നിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോലീസുകാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമാധാനത്തോടു കൂടി ഇങ്ങനെ ഇവർ നിൽക്കും. അമ്മേ പോലീസ് വന്നിട്ട് പോയമ്മേ, അങ്ങനെ അവർ വെറുതെ പോവില്ലല്ലോ അമ്മേ. ഇപ്പോൾ പെണ്ണുങ്ങളുള്ള വീടല്ലേ, അവർ തൽക്കാലം ഇടിച്ചു കയറി വരണ്ടാന്ന് വെച്ച് കാണുമെന്ന് അമ്മ അവിടെ ഇരുന്ന് പറയാം. സമാധാനപരമായി സംസാരിച്ച് തീർക്കാനായിരിക്കും അവരുടെ പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളവിടെ പ്രതീക്ഷകളോടെ ഇരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആ നോട്ടീസും പിടിച്ച് പോലീസുകാർ പുറകിലെ വാതിലിലൂടെ കയറി വന്നു. അങ്ങനെ പുറകിലെ വാതിലിലൂടെ കയറി വന്നിട്ട് ഇവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടി. കോടതി ഉത്തരവെന്താ, നിങ്ങൾക്ക് ബാധകമല്ലേ, നിങ്ങളെന്താ അനുസരിക്കാത്തേ, വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങണമെന്ന് ഈ പോലീസുകാർ പറയുമ്പം എൻ്റെ ദൈവമേ ഞങ്ങളുടെ മനസ്സിലെ ചൂട് ഇതുവരെ ആറിയിട്ടില്ല സാറ്, എൻ്റെ മകൻ്റെ ചെയ്ത് ഇതുവരെ അണഞ്ഞിട്ടില്ല, ഇതിനു മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടമാണെന്ന് പറയുമ്പം നിയമവും നീതിയൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പോലീസുകാരൻ. ഇറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനോട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അമ്മ ഇങ്ങനെ അവിടെ തന്നെ നിന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഇറങ്ങുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഉന്തി തള്ളി പുറത്തേക്കാക്കുക. അപ്പോഴേക്കും നമ്മുടെ അമ്മ ഇറങ്ങി അവിടെ ആ വാതിൽക്കിൽ തന്നെ ഇരുന്നു, അവിടെ നനങ്ങാതെ. ഇവിടെ ഒന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, പോകാൻ പറഞ്ഞു. പിന്നെ ഞാൻ എവിടെ ഇരിക്കണം സാറെന്ന് അമ്മ ചോദിച്ചു. സാറിൻ്റെ വീട്ടിൽ വന്നാൽ തരുമോ എനിക്കും പിള്ളേർക്കും ഇരിക്കാനും കിടക്കാനുള്ള സ്ഥലവും ചോദിക്കുമ്പം നിങ്ങളോടാ മര്യാദയ്ക്ക് പറഞ്ഞത് പുറത്ത് പോകാമെന്ന് പറഞ്ഞ പോലീസുകാരൻ. അപ്പം അതിനിപ്പോൾ മനസ്സില്ലെങ്കിലോ, മര്യാദയ്ക്ക് പുറത്ത് പോയില്ലെങ്കിലേ ഞങ്ങളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും കേട്ടോ, ഇവരെ കണ്ടല്ലോ നിങ്ങൾ, അപ്പോൾ പേടിപ്പിക്കാതെ പോകണം സാറെന്ന് പറഞ്ഞു. ഇവിടെയേ കാട്ടാനയുടെ മുന്നിൽ പേടിച്ചിട്ടില്ല, പിന്നെയല്ലേ നിങ്ങൾ. അപ്പോൾ അവസാനമായിട്ട് പറയുകയാണെന്നൊക്കെ പറയുമ്പോൾ അമ്മേ വാ അമ്മയെന്ന് പറഞ്ഞ് യമുനയും നിളയും പറയൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സാറ് പറയുന്നത് പോലെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം, അവരുടെ അഹങ്കാരം മാറുമെന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന് പോലീസുകാരൻ പറഞ്ഞു. നിയമമൊക്കെ മാറിയിട്ടുണ്ടെന്നൊക്കെ പറയാം, കിടപ്പാടത്തിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പ്രശ്നമുണ്ടെങ്കിലേ മുകളിൽ നിന്നൊരു ചോദ്യം വന്നാൽ ഞാൻ കുടുങ്ങുമെന്ന് ഈ പോലീസുകാരൻ പറയാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല സാറിനും കൂടി ഗുണമുള്ള കാര്യമാണെന്ന് ഈ ബാങ്കുകാരന്മാർ പറയാം. അപ്പോഴേ രണ്ടുപേരും കൂടി, അതായത് നമ്മുടെ നവീനും വിനീതും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവർ രണ്ടുപേരും കൂടെ അങ്ങ് വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം, എന്താ അമ്മായിന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ വിനീതേ നീ ഇത് കണ്ടില്ലേടാ, ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്നാണ് പറയുന്നത്, പോയില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു അവസ്ഥ കണ്ടില്ലേടാ പൊന്നുമോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പഠിപ്പും വിവരമുള്ള ആൾക്കാരല്ലേ, ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനാ സാറന്മാർ. അപ്പോൾ ജയബാലൻ എന്ന് പറയുന്ന ദുഷ്ടൻ്റെ ചിങ്കിടികളായിട്ട് വന്നവന്മാരെ ഇവർ. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന മുഴുവൻ നിയമലംഘനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സാർ ഒരു മിനിറ്റ് എന്ന് നവീൻ പറഞ്ഞു. ഇനി എന്താണാവോ? അത് പിന്നെ സാർ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് നിങ്ങളിങ്ങനെ. അപ്പോൾ സുഹൃത്തെ ഇതിനൊക്കെ ഞങ്ങൾ പല തവണ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണെന്നും മര്യാദയ്ക്ക് ഇപ്പോൾ ഇവരോട് വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോഴും കുറേ ഇറങ്ങിത്തരും, ഇതെൻ്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീടാണെന്നൊക്കെ പറഞ്ഞിരിക്കാം. സാർ കുറച്ച് കരുണ കാണിക്കാൻ പറഞ്ഞു കേട്ടോ നവീൻ ഇവരോട്. ശാരദാൻ്റിയുടെ ഭർത്താവ് അരവിന്ദൻ അങ്കിള് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതെന്നും അദ്ദേഹം മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. ഇന്നലെ ഈ ബാങ്കുകാർ ഇവിടെ വന്ന് പറയുന്നത് വരെ ഈ വീട് ഹൗസിംഗ് ലോൺ എടുത്ത് പണിതാണെന്ന് ഇവർക്കൊന്നും അറിയുമായിരുന്നില്ല. അപ്പം ഞാനിപ്പോൾ ഇതിലെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ SI ഇവർക്ക് ലോൺ അടയ്ക്കാൻ കുറച്ച് സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. സാവകാശം കൊടുക്കേണ്ടത് ഞാനല്ല, ബാങ്കുകാരാണെന്ന നേരം ഇവർ പറയാം ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചോ വിദേശത്താണോ എന്നൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു നോട്ടം അമ്മ. നിയമം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ചുമതല എന്നും പറഞ്ഞു. റവന്യൂ റിക്കവറിക്കുള്ള കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ജപ്തി നടപ്പിലാക്കാനാണ് അവരിവിടെ വന്നിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. പോലീസ് ഇവിടെ വന്നിരിക്കുന്നത് നിയമപരമായി നടക്കുന്ന ജപ്തിക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. തടയുന്നത് ആരാണെങ്കിലും പൂച്ചക്കുഞ്ഞിനെ പോലെ തൂക്കിയെടുത്ത് ഗേറ്റിന് വെളിയിലെറിയും ഞാനെന്നൊക്കെ SI ഇങ്ങനെ അവരോട് പറയാം. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകാൻ പറയും സ്ത്രീയോട്, അല്ലെങ്കിൽ പോലീസിനെ ലാത്തിയുടെ ചൂട് ഇവർ അറിയുമെന്നൊക്കെ പറഞ്ഞ് ഇവരിട്ട് പേടിപ്പിക്കുക കേട്ടോ.
അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഇങ്ങനെ വാ പൊത്തിപ്പിടിച്ച് അമ്മ കരയുവാണ്. ജയബാലൻ എല്ലാം ഒപ്പിച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ ഇരിക്കുക. രണ്ടും കൽപ്പിച്ച് അമ്മ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അവർ തമ്മിൽ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മയുടെ മനസ്സിങ്ങനെ കിടന്ന് കല്ലായിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും റവന്യൂ റിക്കവറി നടക്കട്ടെ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ യെസ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുന്നു. അപ്പോഴാണ് ഗംഗയും കാവേരിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർ രണ്ടുപേരും കൂടെ വരുമ്പോഴത്തേക്കും വനിതാ പോലീസുകാരോട് ഇവരെ ഇറക്കി വിടാനായിട്ട് പറയുക. SI പറഞ്ഞത് കേൾക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ശാരദാമ്മയെ അടിക്കാൻ വേണ്ടിയിട്ട് ലാത്തി പൊക്കുമല്ല, പുറകിൽ നിന്ന് വന്ന ആ ലാത്തി പിടിച്ചൊരൊറ്റ വലിയായിരുന്നു നമ്മുടെ കാവേരി. അപ്പോഴേക്കും അടുത്ത ആൾ അടിക്കാൻ ഒങ്ങി. ഗംഗ ആ പോലീസുകാരെ പിടിച്ചൊരൊറ്റ തള്ള്, പോലീസുകാരുടെ കൈ തന്ന ഒരൊറ്റ ഇടിയായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പറന്നെത്തിക്കഴിഞ്ഞു. എന്തത് സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോലീസുകാർ വയ്ക്കുമ്പം ഇപ്പം ഈ നിമിഷം ഞങ്ങളെ മുറ്റത്തുനിന്ന് ഇറങ്ങിക്കോണേ എല്ലാവരും എന്ന് പറഞ്ഞു. കാവേരി ആകെ പിടിവിട്ട് നിൽക്കാൻ, ഞങ്ങൾ എന്താ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം ഇവിടെ ആരും നിൻ്റെ അമ്മയെ തൊടാൻ പോകുന്നൊന്നുമില്ല, ഞങ്ങൾ വന്നത് അതിനും അല്ല എന്ന് കാവേരിയോട് SI പറയുവാണ്. ഈ നിൽക്കുന്ന സിവിൽ പോലീസ് ഓഫീസറെ കൊണ്ട് ഓരോ പരാതി രേഖാമൂലം എഴുതി വാങ്ങിക്കേണ്ട താമസമേ ഉള്ളൂ എന്നും ഒരു വണ്ടി പോലീസിങ് വരുമെന്നൊക്കെ ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുക. പിന്നെ ഈ നിൽക്കുന്ന 2 ഝാൻസി റാണിമാരെയും നിങ്ങളെയും തോക്കിയെടുത്തോണ്ട് അങ്ങ് പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ ഇവരായിട്ട് അപമാനിക്കുകയാണ്. പിന്നെ എന്തിനാ യൂണിഫോമിലുള്ള ഒരു പോലീസുകാരുടെ കർത്തവ്യ നിർവഹണം തടസ്സപ്പെടുത്തതിനും ആക്രമിച്ചതിനും എതിരായിരിക്കും അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പറയാം. അങ്ങനെ കുറേ സെക്ഷനും ഇയാൾ പറഞ്ഞു. പിള്ളേരുടെ നല്ല കാലം അങ്ങ് ജയിലിൽ തീരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അങ്ങ് പേടിപ്പിക്കുക. അപ്പോഴത്തേക്കും സാർ ഒരു മിനിറ്റ് സാർ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ആ ബാങ്കുകാരൻ SIയെ വിളിച്ച് അങ്ങോട്ടേക്ക് മാറ്റി നിർത്തി എന്തൊക്കെയോ കുണുണാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരന്നേരം അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം സാർ ആ പറഞ്ഞ ലോ പോയിന്റ് അങ്ങ് ശരിക്കും ഏറ്റെന്നാ തോന്നുന്നത്. അപ്പോൾ എവിടെ ഒരു കച്ചിത്തൊരുമ്പ് കിട്ടുമെന്ന് നോക്കി നിൽക്കുമായിരുന്നു ഞാൻ എന്നൊക്കെ പറയും. ആ പിള്ളേർ പോലീസിൻ്റെ ദേഹത്ത് കൈവച്ചത് കൊണ്ടല്ലോ നമ്മൾ രക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് SI അങ്ങോട്ടേക്ക് ചെല്ലുക. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന പലയിടത്തും സംഭവിക്കാറുള്ള കാര്യമാണ് ഇത്, ഇവരുടെ ഒരു വിനോദമാണെന്ന് കരുതി ഞങ്ങളങ്ങ് മറന്നേക്കുമെന്നൊക്കെ ഇയാൾ പറഞ്ഞു അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SI എന്നിട്ട് ഇവരോട് ഇറങ്ങി കൊടുക്കാൻ പറയണം. എന്താണ് നിങ്ങൾ പറയുന്നത്, എന്താണ് നിങ്ങളുടെ തീരുമാനമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു നമ്മുടെ അമ്മ അവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. നന്ദി.